ഇനി 206 നാമത്തിലേക്ക് കിടക്കാം. അജഹ എന്നാണ് 206 നാമം. ഈ നാമങ്ങൾ നരസിംഹമൂർത്തിയെ ആണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ഇതിനു മുമ്പ് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ അതെല്ലാം ഭഗവാന്റെ നരസിംഹ രൂപത്തെക്കുറിച്ചാണ് വർണ്ണിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അജഹ എന്ന് നാമം. മറ്റുള്ളവരുടേതുപോലെ ജനിക്കാതെ സ്തംഭത്തിൽ നിന്നും ഉണ്ടായതായതിനാൽ ഭഗവാന് അജഹ എന്ന് നാമം. നരസിംഹാവതാരം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ജനിച്ചതുപോലെ, അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ജീവൻ, നമ്മൾ മനുഷ്യൻ എന്നുള്ളത് മാത്രം കണക്കാക്കേണ്ട, ഏതൊരു ജീവനും ജനിക്കുന്നത് പോലെ ഒരു അമ്മയുടെ വയറ്റിൽ നിന്നും അല്ല ജനിച്ചത്. അത് അമാനുഷികമായിട്ട് ഒരു സ്തംഭത്തിൽ നിന്നും ആണ് ജനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജനിച്ചതുകൊണ്ട് അജഹ എന്ന് നാമം. അജഹ് എന്നുള്ള നാമത്തിന് ജനിക്കാത്തവൻ എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ അജഹ് എന്നുള്ള നാമം കൊണ്ട് സാധാരണ ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജനിച്ചവൻ എന്നാണ് ഭാഷകാരൻ അർത്ഥം പറയുന്നത്. അജ എന്നുള്ളത് ഇതിനു മുമ്പും വന്നിട്ടുണ്ട് 96 നാമമായിട്ട്. അവിടെ വ്യത്യസ്തമായിട്ടായിരുന്നു ഇതിൻ്റെ അർത്ഥം. ഇവിടെ ഈ അജ എന്നുള്ള നാമം നരസിംഹസ്വാമിയെ കുറിക്കുന്നതായതുകൊണ്ട് ഇങ്ങനെ അർത്ഥം പറയുന്നു. മറ്റുള്ളവരുടെ പോലെ ജനിക്കാതെ സ്തംഭത്തിൽ നിന്നും ഉണ്ടായതിനാൽ ഭഗവാന് അജഹ എന്ന് നാമം. തുടർന്ന് പറയാണ്, ന ജായത്തെ ജനിത്രിയാം യത് അജസ്തസ്മാദനേകജിത്ത്. ജനനിയിൽ നിന്നും ജനിക്കാത്തതായതിനാലും, അല്ലെങ്കിൽ ഒരു മാതാവിൽ നിന്നും ഒരമ്മയിൽ നിന്നും ജനിക്കാത്തതായതിനാലും അനേകം പേരെ ജയിച്ചതിനാലും അജഹ എന്ന് നാമം. ഇനി 207 നാമം. ദുർമരിഷണഃ. ഭാഷകാരൻ പറയാണ്, തന്നെ എതിർക്കുന്നവരാൽ പ്രതിരോധിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവനാണ് ഭഗവാൻ എന്ന അർത്ഥത്തിൽ ദുർമരിഷണഃ എന്ന് നാമം. തന്നെ എതിർക്കുന്നവരാൽ പ്രതിരോധിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവനാണ് ഭഗവാൻ. ഭഗവാനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്, ഇമ്പോസിബിളാണ്, സാധിക്കാത്തതാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മളുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും നമ്മളുടെ ജീവിതം മുഴുവനും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ പല നാമങ്ങളിലൂടെയും കേട്ടു. നമ്മളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള തീരുമാനങ്ങൾ, മാറ്റങ്ങൾ, ഏറ്റവും ചെറുതായ മുതൽ ഏറ്റവും വലിയ കാര്യങ്ങൾ വരെ നിയന്ത്രിക്കുന്നതും മുഴുവൻ ഭഗവാനാണ്. ദുർമരിഷണഃ എന്നുള്ള നാമത്തിന് പ്രതിരോധിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവൻ എന്നാണ് അർത്ഥം. ഈ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളാണ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ കർമ്മം മൂലം ഉണ്ടാകുന്ന ജീവിതാനുഭവങ്ങൾ, അല്ലെങ്കിൽ കർമ്മങ്ങൾ മൂലം ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിനേക്കാൾ പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലേക്കും നമ്മൾ എടുത്തെറിയപ്പെടുകയാണ് ചെയ്യാറ്. നമ്മൾ പലപ്പോഴും പല സിറ്റുവേഷൻസിലും പല സാഹചര്യങ്ങളിലും ചെന്ന് പെടണ്ട എന്ന് തീരുമാനിച്ചാൽ പോലും എന്തൊക്കെയോ നമ്മളെ ആ സാഹചര്യത്തിൽ കൊണ്ടുപോയി എറിയും, കൊണ്ടുപോയി ഇടും. നമുക്ക് ഒരു തരത്തിലും അത് മാറ്റാൻ, ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറിപ്പോവാൻ സാധിക്കില്ല. ചില സമയങ്ങളിൽ അത് ഒരുപക്ഷെ നമ്മളെ ഒരുപാട് ആളുകൾ പഴി പറയുന്ന, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വലിയ സാഹചര്യമായിരിക്കാം. അത് നമ്മൾ പരമാവധി എത്ര വേണ്ട എന്ന് വിചാരിച്ചാലും നമ്മൾ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ വളരെ ബലപൂർവം എന്തോ ഒരു ശക്തി എടുത്ത് തള്ളും. അത്തരം ശക്തി അത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ അത് മോശം സാഹചര്യം എന്നുള്ളത് മാത്രമല്ല, നല്ല സാഹചര്യങ്ങളാണെങ്കിലും ശരി, എന്ത് സാഹചര്യങ്ങളാണെങ്കിലും ശരി,
നമ്മളെക്കാൾ വളരെ മൈറ്റി ആയിട്ടുള്ള ഒരു പവർ, ഒരു ശക്തി നമ്മളെ ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. നല്ലതും ചീത്തയും ആയിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് പ്രതിരോധിക്കാൻ യാതൊരു രക്ഷയുമില്ലാത്ത രീതിയിൽ നമ്മളെ അതിലൂടെ കൊണ്ടുപോയി നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കും. ആ കൊണ്ടുപോകലിൽ അത് നല്ലതാണെങ്കിലും ശരി, ആ സാഹചര്യം നല്ലതാണെങ്കിലും ശരി, ചീത്തയാണെങ്കിലും ശരി, അതിലൂടെ പോയാൽ നമ്മളുടെ വ്യക്തിത്വത്തിന് മാറ്റങ്ങളുണ്ടാകും. അത് ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യത്തെ എത്ര തന്നെ എതിർത്താലും ആ സാഹചര്യത്തിലൂടെ കടന്നു പോകാതെ യാതൊരു ഗത്യന്തരവും ഇല്ലാതിരിക്കും. അതൊക്കെ ഭഗവാന്റെ ആ മൈറ്റി പവറിനെ കാണിക്കുന്നതാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾക്ക് അവിടെ യാതൊരു പ്രാധാന്യവും ഇല്ല. അതുകൊണ്ട് ഭഗവാൻ എന്ന് പറയുന്നത് ദുർമനുഷണനാണ്. ഭഗവാനെ ഏതെങ്കിലും തരത്തിൽ എതിർക്കാൻ നിന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മളെ ഒരു പ്രത്യേക രീതിയിൽ ഭഗവാൻ കൊണ്ടുപോകണം എന്ന് ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിലൂടെ നമ്മൾക്ക് പോയേ പറ്റൂ. എത്രയൊക്കെ നമ്മൾ ബലം പിടിച്ചാലും നമുക്ക് ആ ഒരു വലിയ ബലത്തിന് മുമ്പിൽ നമ്മൾ വളരെ നിസ്സാരം ആണ് എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടായിരിക്കും ജീവിതത്തിൽ. ഇവിടെ ദുർമർഷണ എന്നുള്ള വാക്കിന് തന്നെ എതിർക്കുന്നവരാൽ പ്രതിരോധിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവനാണ് ഭഗവാനെ. അത് രണ്ട് രീതിയിൽ പറയാം. ഭഗവാനെ എതിർക്കുക, ഈശ്വരനെ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ഈശ്വരനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഏത് രീതിയിൽ വന്നോ അത് ആ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാതെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചിന്തിച്ച രീതിയിൽ തന്നെ അത് വരണം എന്ന് നിർബന്ധം പിടിക്കുന്നതാണ്, എന്ന് ശാഠ്യം പിടിക്കുന്നതാണ് ഭഗവാനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഭഗവാനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് പറയുന്നത് മാത്രമല്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തിയാണ്. ആ ശക്തിയുടെ ചില നിയന്ത്രണത്തിന് നിൽക്കാതെ പൂർണ്ണമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് മാത്രം നമ്മുടെ ജീവിതത്തിൽ വരണം എന്ന് ചിന്തിക്കുന്നതാണ് ഭഗവാനെ എതിർക്കുന്നത്. അങ്ങനെ എതിർക്കുന്നവരാൽ പ്രതിരോധിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവനാണ് ഭഗവാൻ. അങ്ങനെ എതിർത്തത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ജീവിത സാഹചര്യത്തിനെ നമ്മൾ ഒരു പരിധി വിട്ട് നമുക്ക് എതിർക്കാൻ സാധിക്കില്ല. കാരണം പലപ്പോഴും അത്രയ്ക്കും ശക്തമായിരിക്കും പല സാഹചര്യങ്ങളും, സിറ്റുവേഷൻസും. അപ്പോൾ അതിലൂടെ നമ്മൾ കയറുക. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പൂർണ്ണമായിട്ടും നമ്മൾ ആ സാഹചര്യത്തിന് വശംവദരാവുക. അങ്ങനെ ആ അത് നല്ലതാണെങ്കിലും ശരി, ചീത്തയാണെങ്കിലും ശരി, ആ വശംവദരാകുന്നത് നമ്മളിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് ചിലപ്പോൾ ചില ആളുകളാൽ അപമാനിക്കപ്പെടുന്നതായിരിക്കാം. അത് നമ്മൾ യാതൊരു തെറ്റും ചെയ്യാതെ നമ്മൾ അത്തരം ഒരു സിറ്റുവേഷനിൽ ചെന്ന് പെട്ടു. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കയ്യും കാലും ഇട്ടടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനേക്കാൾ അത് അവിടെ തന്നെ നിന്നുകൊണ്ട് ആ ഒരു ശക്തിക്ക് വശംവദനായി നിലനിന്നാൽ ഭഗവാൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളും. അല്ലാതെ നമ്മളുടെ ഓരോരുത്തരുടെയും ഈ ഈഗോ, ചെറിയ ഞാൻ എന്ന് പറയുന്ന ആ ഞാനിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് അങ്ങനെ ആ ഈഗോയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രതിരോധിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവനാണ് ഭഗവാൻ. എന്നതിനാൽ ഭഗവാന് ദുർമരുഷണഃ എന്ന് നാമം. ഇതൊക്കെ നരസിംഹ രൂപത്തെ കുറിക്കുന്നതാണ്, ഭീഷണ രൂപത്തെ കുറിക്കുന്നതാണ്. ധ്യാനം പറയാണ് ഭഗവാന്റെ, ഈ ദുർമരുഷണനായിട്ടുള്ള ഭഗവാന്റെ. രഥാംഗ ശംഖദാധാരം ബ്രഹ്മമൂർത്തിം സുഭീഷണം. ചക്രം, ശംഖ് എന്നിവ പിടിച്ചിരിക്കുന്നവനും നല്ല ഭീഷണാകാരത്തോടു കൂടിയവനും ആയ ബ്രഹ്മമൂർത്തി ആണ് ഭഗവാൻ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നത്, നിരന്തരം മാറ്റം വന്നുകൊണ്ട് വലുതായി കൊണ്ടേയിരിക്കുന്നത് എന്നാണ് അതിനർത്ഥം. അത് ഭീഷണാകാരമാണ്. ഈ ക്രോധം, ഭീഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സൗമ്യാവസ്ഥയല്ല, ഭീഷണാവസ്ഥ. ആ ഭീഷണാവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഹത്തായിട്ടുള്ള ക്രോധാവസ്ഥ എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ഒരു സ്വഭാവമാണ് എന്ന് ശ്രുതിവചനങ്ങൾ കാണാൻ സാധിക്കും. ഭീഷണാവസ്ഥ, ക്രോധാവസ്ഥ ഇതൊക്കെ ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ്. ഗൗരവം അത് ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ്. ഇപ്പോൾ ഭഗവാൻ സൗമ്യനാണ് എന്ന് പറയുമ്പോഴും, ഭഗവാൻ നമ്മൾ പറയും മഹാവിഷ്ണു വളരെ സൗമ്യനായിട്ടുള്ള ആളാണ്. പക്ഷെ ഭഗവാന്റെ സൗമ്യതയ്ക്ക് ഒരു കൊടുങ്കാറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മഹാസമുദ്രത്തിൻ്റെ ഗാംഭീര്യതയുണ്ട്. വളരെ ഇത്രയും ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചുകൊണ്ട് സൗമ്യനായിരിക്കുന്ന ഭഗവാൻ എന്ന് പറയുമ്പോൾ ആ സൗമ്യതയ്ക്ക് ഒരു ഗാംഭീര്യമുണ്ട്. അതൊരു സാധാരണ നമ്മളുടെ ഓരോരുത്തരുടെയും സൗമ്യതയല്ല. അപ്പോൾ അത് സൗമ്യമായിട്ടുള്ളത്, ഇതിവിടെ ഭീഷണാകാരനായിട്ടുള്ളത്. ഭീഷണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ്, പരമമായതിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ചക്രം, ശംഖ് എന്നിവ പിടിച്ചിരിക്കുന്നവനും നല്ല ഭീഷണാകാരത്തോടു കൂടിയവനും ആയ ബ്രഹ്മമൂർത്തിയാണ് ഭഗവാൻ. നരസിംഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള മന്ത്രരാജൻ എന്നുള്ള മന്ത്രത്തിൽ ഈ നരസിംഹത്തിൻ്റെ ഈ ഒരു വലിയ ആകാരത്തെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ 207-ാമത്തെ നാമം ദുർമരിഷണഃ. ഇനി 208-ാമത്തെ നാമം ശാസ്ത. ശാസ്ത എന്ന് പറയുന്ന വാക്കിനർത്ഥം ശാസിക്കുന്നവൻ എന്നാണ്. അതിൽ നിന്ന് തന്നെയാണ് ശാസ്ത്രം എന്നുള്ളത് വരുന്നത്. സ്പന്ദപ്രദീപികയിൽ പാഞ്ചരാത്ര ശ്രുതിയിൽ ഇപ്രകാരം പറയുന്നു എന്ന് പറയുന്നുണ്ട്. യദ്വത് സോപാനേന പ്രാസാദമാരുഹേത് പ്ലവേന വാ നദിം തരേത് തദ്വത് ശാസ്ത്രേണൈവ ഹി ഭഗവാൻ ശാസ്ത അവഗന്തവ്യഃ. ഭഗവാനാണ് ശാസ്താവ്, ശാസിക്കുന്നവൻ. തന്നിലേക്ക് എത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് ശാസ്ത്രങ്ങളിലൂടെ, വചനങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നവൻ, അതാണ് ശാസ്താവ്. ഭാഷ്യകാരൻ പറയുന്നു, സജ്ജനങ്ങളോട് മുള്ളുകൊണ്ട് ഉപദ്രവിക്കുന്നത് പോലെ ഉപദ്രവിക്കുന്നവരെ നല്ല രീതിയിൽ ശാസിക്കുന്നു എന്നതിനാൽ ശാസ്ത എന്ന് നാമം. ശാസ്ത എന്നുള്ള നാമത്തിന് ശാസിക്കുന്നവൻ എന്നുള്ള അർത്ഥം, അതായത് പറയുന്നവൻ, നിർദ്ദേശിക്കുന്നവൻ എന്നൊരർത്ഥം ഉണ്ടെന്ന് ആണ് പറഞ്ഞത്. ഇവിടെ ഈ നാമത്തിൽ ഭാഷ്യകാരൻ പറഞ്ഞിട്ടുള്ള അർത്ഥമാണ് ഇങ്ങനെ: സജ്ജനങ്ങളെ ഏതുപോലെയാണോ മുള്ളുകൊണ്ട് ഉപദ്രവിക്കുന്നത്. മുള്ള് എന്ന് പറഞ്ഞാൽ വാക്കുകളാവാം, പ്രവൃത്തിയാവാം, അങ്ങനെ പലതും ആവാം, ജസ്റ്ററുകളാവാം, ആംഗ്യങ്ങളാവാം, അങ്ങനെ എന്തും ആവാം. സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നിർണയിച്ചിട്ടുള്ള സ്വഭാവം കൊണ്ട് ആ സ്വഭാവത്തിനനുസരിച്ച് ചരിക്കുന്നവൻ. ഈശ്വര വിശ്വാസികൾ എന്നുള്ള അർത്ഥം തന്നെ എടുക്കണ്ട. നമ്മൾ തന്നിൽ എന്ത് സ്വഭാവമാണോ നിക്ഷിപ്തമായിട്ടുള്ളത് ആ സ്വഭാവത്തിനനുസരിച്ച് ചരിക്കുന്നവരാണ് സജ്ജനങ്ങൾ. അങ്ങനെ സരളമായിട്ട് തൻ്റെ സ്വഭാവ അനുസൃതമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളെ ഉപദ്രവിക്കുന്നവരെ നല്ല രീതിയിൽ ശാസിക്കുന്നു എന്നതിനാൽ ശാസ്ത എന്ന് നാമം. അതിൻ്റെ ഉദാഹരണങ്ങൾ പറയാണ്: നിനാദ പിത്രാസിത ദാനവഃ. അതിഭയങ്കര ശബ്ദത്താൽ ദാനവന്മാരെ ഭയപ്പെടുത്തിയവൻ. ഇതൊക്കെ നരസിംഹത്തിൻ്റെ വിശേഷണങ്ങളാണ് ഈ നാമങ്ങൾ മുഴുവൻ. അതിഭയങ്കര ശബ്ദത്താൽ ദാനവന്മാരെ ഭയപ്പെടുത്തിയവൻ. ദാനവന്മാർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അർത്ഥം. ഒരു വ്യക്തി തൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെ തടസ്സപ്പെടുത്തുന്നവൻ. തുടർന്ന് പറയാണ്: ദ്രവന്തി ദൈത്യാഹ. ദൈത്യന്മാർ ചിതറി ഓടുന്നു. ഈ ഭഗവാന്റെ ശാസനം മൂലം ആണ് ഈ ദൈത്യാഹ ദ്രവന്തി, ദൈത്യന്മാരെ ചിതറി ഓടുന്നത്. അപ്പോൾ അത്തരം ദൈത്യന്മാരെ ശാസിക്കുന്നു എന്നതിനാൽ
ഭഗവാന് 208 നാമം ശാസ്ത. ഇനി 209 നാമം വിശ്രുതാത്മാ. ഭാഷകാരൻ പറയാണ് വിശ്രുതാത്മാവ് എന്ന് നാമം. വിശ്രുതാത്മാ എന്ന് പറഞ്ഞാൽ വളരെ കീർത്തികെട്ട, പുകഴ്പെറ്റ ആൾ, വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വം, അതാണ് വിശ്രുതാത്മാ. ആ ഭഗവാൻ തന്നെയാണ് എല്ലായ്പ്പോഴും എല്ലായിടത്തും എല്ലാവരാലും കീർത്തിക്കപ്പെടുന്ന സ്വഭാവത്തോടു കൂടിയവൻ എന്നുള്ളത് കൊണ്ട് ഭഗവാന് വിശ്രുതാത്മാ എന്ന് നാമം. ഇപ്പം നേരത്തെ പറഞ്ഞ നാമങ്ങളിലൂടെ ഭഗവാന്റെ ഭീഷണാകാരത്തെ പറ്റി പറഞ്ഞു. ആ ഭീഷണാകാരത്തോടു കൂടി എല്ലായ്പ്പോഴും എല്ലായിടത്തും എല്ലാവരാലും പ്രകീർത്തിക്കപ്പെടുന്ന സ്വഭാവത്തോടു കൂടിയവനാണ് ഭഗവാൻ. ആരാലൊക്കെയാണ് എന്ന് തുടർന്ന് പറയണം. അശേഷ ദേവേശ നരേശ്വരേശ്വരൈഹി. അശേഷമായിട്ടുള്ള സകലമായിട്ടുള്ള ദേവന്മാരാലും മനുഷ്യശ്രേഷ്ഠരാലും, അങ്ങനെ എല്ലാവരാലും പുകഴ്ത്തപ്പെടുന്ന ഭീഷണാകാരത്തോടു കൂടിയവനാണ് 209 നാമപ്രകാരമുള്ള വിശ്രുതാത്മാ. ഇനി 210 നാമം സുരാരിഹ. സുരാരിഹ എന്ന് പറഞ്ഞാൽ സുരന്മാരുടെ അരി, അസുരന്മാർ, അവരെ ഹനിച്ചവൻ എന്നുള്ള അർത്ഥമാണ് സുരാരിഹ. ഭാഷകാരൻ പറയാണ് ആ ഭഗവാൻ തന്നെയാണ് ദേവന്മാരുടെ ശത്രുവായ കശിപുവിനെ മാറു പിളർന്ന് വധിച്ചത് എന്നർത്ഥത്തിൽ സുരാരിഹ എന്ന് നാമം. നരസിംഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ സുരാരി എന്ന് പറയുന്നത് ഹിരണ്യകശിപുവാണ്. അപ്പോൾ ആ ഹിരണ്യകശിപുവിനെ വധിച്ചത് ഭഗവാനാണ്. എങ്ങനെ? ആ ഭഗവാൻ തന്നെയാണ് ദേവന്മാരുടെ ശത്രുവായ ഹിരണ്യകശിപുവിനെ മാറു പിളർന്ന് വധിച്ചത് എന്നർത്ഥത്തിൽ സുരാരിഹ എന്ന് നാമം. മാറു പിളർന്നുകൊണ്ട് ആ ഹിരണ്യകശിപുവിനെ വധിച്ചു. അങ്ങനെയുള്ള ഭഗവാനാണ് സുരാരിഹ. തുടർന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഒരു ധ്യാനം പറയാണ്, ഭഗവാന്റെ ധ്യാനം പറയാണ്. സത് സത്വ കരജശ്രേണി ദീപ്തേനോഭയ പാണിന സംയച്ഛത്തെ യഥാ സമ്യക് ഭയാനാം സോ അഭയം പുരം ഭയാനാം സോ അഭയം പരം. ഭഗവാന്റെ നഖങ്ങളെക്കുറിച്ചും കൈകളെക്കുറിച്ചും പറയാണ്. സത്വഗുണം കൊണ്ട് നല്ല രീതിയിൽ പ്രകാശിക്കുന്ന നീണ്ട നഖങ്ങളോടുകൂടി പരിലസിക്കുന്ന 2 കൈകളെ കൊണ്ടും പ്രപഞ്ചത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും പരമമായ അഭയം ഭഗവാൻ നൽകുന്നു. ഭഗവാന്റെ 2 കൈകളിലും നീണ്ട മനോഹരമായിട്ട് ഉള്ള നഖങ്ങളുണ്ട്. ആ നഖങ്ങളെ കൊണ്ടാണ് ഭഗവാൻ ഹിരണ്യകശിപുവിൻ്റെ മാറ് പിളർന്നത്. അങ്ങനെ ആ നഖങ്ങളുടെ ഒരു സ്തോത്രമുണ്ട്. മാധ്വ സമ്പ്രദായത്തിൽ ആ നഖസ്തോത്രം എന്ന് പറയുന്നൊരു സ്തോത്രമുണ്ട്, നരസിംഹ നഖസ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള നഖങ്ങളോട് കൂടിയിട്ടുള്ള, അത് എങ്ങനെയുള്ള നഖങ്ങളാണ്? സത്വഗുണം കൊണ്ട് നല്ല രീതിയിൽ പ്രകാശിക്കുന്ന, അത് നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് പ്രകാശിക്കുന്നത്? സത്വഗുണം കൊണ്ട് നല്ല രീതിയിൽ പ്രകാശിക്കുന്ന നീണ്ട നഖങ്ങളോടുകൂടി പരിലസിക്കുന്ന 2 കൈകളെ കൊണ്ടും ഭഗവാൻ പ്രപഞ്ചത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും പരമമായിട്ടുള്ള അഭയം നൽകുന്നു. ആർക്ക്? ജീവന്മാർക്ക്, തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക്. അങ്ങനെയുള്ള നഖങ്ങളോട് കൂടിയ ഭഗവാൻ ആണ് സുരാരിയായിട്ടുള്ള ഹിരണ്യകശിപുവിനെ വധിച്ചത് എന്നർത്ഥത്തിൽ 210 നാമം സുരാരിഹ.